ഹായ് ഫ്രണ്ട്സ്, വളരെ ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ തക്കാളി കൊണ്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ നന്നായി പൊടിച്ച ഓട്സാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓട്സ് എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. അതിലേക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ തക്കാളിയാണിത്. അതായത് ഒരു തക്കാളിയുടെ പകുതിയൊക്കെ മതിയാവും 2 ടേബിൾ സ്പൂൺ തക്കാളി കിട്ടാനായിട്ട്. ഇനി നമ്മൾ തേർഡ് ആൻഡ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ചേർക്കുന്നത്. ഇതെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് വേണം നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാനായിട്ട്. അതിനുശേഷം നമുക്കിത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓട്സ് ഡ്രൈ സ്കിന്നായിട്ടുള്ളവർക്ക് വളരെ നല്ലൊരു റെമഡിയാണ്. അപ്പോൾ സ്കിന്നിൻ്റെ ഇച്ചിനെസ്സും ഫ്ലേക്കിനെസ്സും ഒക്കെ മാറ്റി ഒരു സ്മൂത്ത് സ്കിൻ തരാൻ ഈ ഒരു ഓട്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസിനൊന്ന് ജെൻറ്റ്ലി മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നല്ലൊരു ബ്രൈറ്റ്നസ് തരാനൊക്കെ ഓട്സ് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നല്ല റിസൾട്ട് തരുന്ന നാച്ചുറൽ റെമഡീസ് മാത്രം ഷെയർ ചെയ്യുന്നൊരു ചാനലാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് കഴുകുക. മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത പാക്ക് വളരെ പതുക്കെ നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ നല്ല ഹാർഡായിട്ട് മസാജ് ചെയ്യുന്നതായിട്ട് ഉണ്ടാവാം. പക്ഷേ ഞാൻ വളരെ സോഫ്റ്റായിട്ടാണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ മൂക്കിൻ്റെ അറ്റത്തും അല്ലെങ്കിൽ ചുണ്ടിൻ്റെ താഴേക്കായിട്ട് പൊതുവേ ഒരു ഹാർഡ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ തൊട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിന് എത്രത്തോളം സോഫ്റ്റ് ആക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴുത്തിലൊക്കെ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തക്കാളിയിലുള്ള വൈറ്റമിൻ സി, പിന്നെ വൈറ്റമിൻ ഇ, പിന്നെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ് തരുന്നുണ്ട്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഇതുപോലെ ഈ പാക്ക് ഒന്ന് ലൂസാക്കി ഫേസിലൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിക്കളയാം. ബെസ്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ 2 തവണ ചെയ്യാം. ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ ഒരു ബ്ലീച്ചിങ് ചെയ്ത എഫക്റ്റ് കിട്ടും. അപ്പോൾ ഞാനിത് കഴുകിക്കളഞ്ഞു. എൻ്റെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ടുണ്ട്, നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ റിസൾട്ട് എനിക്കും ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവർക്കൊക്കെ ഒത്തിരി വാല്യബിളാണ്. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഫേസിൽ റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഏതാണോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പുറത്തിറങ്ങുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഫേസ് പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് മിനിമം ഒരു 1 അവറെങ്കിലും കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.